ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് പിഷാരിക്കാവിലേക്കാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതേ എല്ലാവരും കുളിച്ച് റെഡിയായി ഡ്രസ് കോഡ് പോലെ മാച്ചായിട്ടുള്ള കളേഴ്സൊക്കെയാണ് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏട്ടൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും അമ്മയും ഭാവിയും ഏട്ടനും കൂടെ പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഇതേ നമ്മുടെ കാപ്പാട് ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ച് റോഡ് വെച്ചാണ് പിടിച്ച് തൂവപ്പാറ വഴി ടേൺ ചെയ്തു. ഒടുവിൽ പൊയിൽക്കാവ് എത്തിയപ്പോൾ ഗേറ്റ് അടവും കിട്ടി. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ കൊയിലാണ്ടി പാലവും കയറി. ഫൈനലി നമ്മളിതേ പിഷാരിക്കാവ് ക്ഷേത്രത്തിലേക്ക് എത്തി. സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല തിരക്കായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ വിചാരിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് തൊഴുതിട്ട് വരാം. ക്ഷേത്രത്തെ കുറച്ച് വഴിപാടൊക്കെ കഴിച്ചു, തൊഴുതി ഇറങ്ങി. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നമ്മൾ പൊതുവെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുതി ഇറങ്ങുമ്പോൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. ഫാമിലി ഒന്നിച്ചുള്ള ഹാപ്പി മൊമെൻറ്റ്സ് ഇങ്ങനെ വീഡിയോസ് ആക്കി സൂക്ഷിക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കുറച്ച് ടൈം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തപ്പോൾ ഞാനതേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഫാമിലി ഒന്നിച്ചുള്ളതല്ലേ, ഒരു സെൽഫി എടുക്കാതെ എങ്ങനെയാണല്ലേ. സെൽഫിയും സെറ്റാക്കി. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഒന്നുകൂടെ തൊഴുതു. ക്ഷേത്രത്തിൻ്റെ പുറത്തിറങ്ങി ഒരു ചെറിയ പർച്ചേസ് നടത്താൻ വേണ്ടി ഋത്തൂസ് ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. സരസ്വതി മണ്ഡപത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ വണ്ടികളൊക്കെ സൈഡാക്കുകയാണ്. നമ്മുടെ വണ്ടി ഇതേ ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് പർച്ചേസിങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വിട്ടു. അച്ഛനും മോനും കൂടെ പർച്ചേസിങ്ങിന് നടക്കുമ്പോൾ ഞാനിതേ ഈ സൈഡിലൂടെ ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ കൂടെ വീഡിയോയിൽ പകർത്തി. റിത്തൂസ് ടോയ്സ് ആണ് തരുന്നെങ്കിൽ ഇവിടെയുള്ള വേറെ ചില കാഴ്ചകളിലേക്കാണ് എൻ്റെ കണ്ണുകളോടി. ഇത് നോക്കിയേ, എന്ത് ക്യൂട്ടായിട്ടല്ലേ. ഞാനിതൊക്കെ കണ്ട് നല്ലോണം എൻജോയ് ചെയ്തു തിരിച്ചു വന്നു. പക്ഷേ റിത്തൂസിൻ്റെ പരാതികൾ തീരുന്നില്ല. വീട്ടിൽ ഒരുപാട് ടോയ്സ് ഉണ്ടെങ്കിലും അവന് ഇവിടെ കാണുന്ന ടോയ്സുകളൊക്കെ വേണം. കുട്ടികളല്ലേ, അവരച്ഛനും മോനും തന്നെ തീരുമാനം. ഫൈനലി ഇതേ ഈ ഐറ്റംസൊക്കെ ആയിട്ട് നമ്മളിതേ ഓട്ടോറിക്ഷയിൽ തന്നെ വീണ്ടും കയറി. എന്തൊക്കെ ടോയ്സ് വാങ്ങിയാലും പരാതി തീരാതെ റിത്തൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോവുകയാണ്. എൻ്റെ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.